ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ BCom FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന അപ്ലൈഡ് കോസ്റ്റിംഗ് ആൻഡ് കൺട്രോൾ എന്ന പേപ്പറിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. നമ്മൾ ഈ ഒരു പേപ്പർ എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പെടുത്തുമ്പോൾ ഏതെല്ലാം ഏരിയയ്ക്ക് പ്രാധാന്യം നൽകണം, ഏതെല്ലാം ഏരിയയിൽ നിന്ന് 3 മാർക്ക് 6 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നത് ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്ലൈഡ് കോസ്റ്റിംഗ് ആൻഡ് കൺട്രോൾ എന്ന പേപ്പറിൻ്റെ സിലബസിൽ 4 മൊഡ്യൂളുകളാണ് വരുന്നത്. അതിലെ ഒന്നാമത്തെ മൊഡ്യൂള് ഓവർവ്യൂ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഓവർവ്യൂവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ഏരിയയിൽ മാത്രം അവിടെ പ്രോബ്ലം വരുന്നുണ്ട്. ദെൻ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്. തേർഡ് മൊഡ്യൂള് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ഫോർത്ത് മൊഡ്യൂള് കോസ്റ്റ് കൺട്രോൾ ആണ്. അപ്പോൾ ഈ ഒരു പേപ്പർ അക്കൗണ്ടിങ് പേപ്പർ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ കംപ്ലീറ്റ് പ്രോബ്ലംസ് ഒന്നല്ല ഇതിൽ എന്തും കൂടി ഉണ്ട്. തിയറിക്ക് നല്ലോണം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ തിയറി നല്ലതിലേക്ക് പഠിച്ചാൽ തന്നെ അത്യാവശ്യം മാർക്ക് നേടാൻ കഴിയും. അപ്പോൾ തിയറിക്ക് നല്ലോണം പ്രാധാന്യം നൽകുക. അതോടൊപ്പം തന്നെ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട് പ്രോബ്ലത്തിൻ്റെ. ആ ഏരിയകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഏരിയയിലെ പ്രോബ്ലംസും കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് ഈ ഒരു പേപ്പറിൽ സ്കോർ ചെയ്യാം. തിയറിക്ക് നല്ലോണം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. മൊഡ്യൂൾ 1 ഓവർവ്യൂ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഇൻക്യൂർഡ് ഫോർ എ പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ചിലവാക്കിയ എക്സ്പെൻഡിച്ചർ, ചിലവിന് പറഞ്ഞ പേരാണിത് കോസ്റ്റ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് ആണ്. കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയും കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയും കോസ്റ്റുകൾ എന്ത് ചെയ്യുക, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നതിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്, ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ഭാഗം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. 3 മാർക്കിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 6 മാർക്കിനൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, റെലവൻസ്, ലിമിറ്റേഷൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യമെങ്കിലും ഇവിടുന്ന് വരാനാണ്. ചിലപ്പോൾ ഒബ്ജക്റ്റീവ്സ് വരും, ചിലപ്പോൾ സ്കോപ്പ് വരും, ചിലപ്പോൾ റെലവൻസ് വരും, ചിലപ്പോൾ ലിമിറ്റേഷൻ വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ ഇത്രയും ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ചോദ്യം കിട്ടും. ചിലപ്പോൾ എസ് തന്നെ കോസ്റ്റിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ വരും. വളരെ റയർ കേസാണ് വരാൻ. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം പഠിക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ അടിത്തറയാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. 3 എലമെൻറ്റ്സുകളാണുള്ളത്. ഒന്ന് മെറ്റീരിയലാണ്, ഒന്ന് ലേബറാണ്, ഒന്ന് ഓവർഹെഡാണ്. അപ്പോൾ പ്രധാനമായിട്ടും 3 എലമെൻറ്റാണ്: മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. അപ്പോൾ ഏതൊക്കെ എലമെൻറ്റ്സ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെയൊക്കെ മീനിങ്ങും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ കോസ്റ്റ് യൂണിറ്റ് എന്താണെന്നാണ്. മെഷർമെൻ്റാണ്. നമ്മൾ കോസ്റ്റിനെ എന്ത് ചെയ്യുന്നു, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, യൂണിറ്റിൽ മെഷർ ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ പറയും പെർ ടൺ, പെർ kg, പെർ ലിറ്റർ. അതാണെന്ത് യൂണിറ്റ്. ഇപ്പോൾ നമ്മൾ സിമെൻറ്റ് അല്ല kgയിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഇനി നമ്മൾ ഷുഗർ അതുപോലെ തന്നെ kgയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും അല്ലേ. ഇപ്പോൾ മീലാണെങ്കിൽ, ഫുഡ് മീൽ ആണെങ്കിൽ നമ്മൾ പെർ മീൽ, ഒരു മീലിന് ഇത്ര കോസ്റ്റ്, അതാണെന്ത് യൂണിറ്റ്. അപ്പോൾ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണെന്ത് കോസ്റ്റിൻ്റെ യൂണിറ്റ് മെഷർ ചെയ്യുന്നതാണ് കോസ്റ്റ് യൂണിറ്റ്. ദെൻ എന്താണ് കോസ്റ്റ് ഒബ്ജക്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്. പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി സെൻറ്ററാണ് കോസ്റ്റ് സെൻറ്റർ, റവന്യൂ സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. ഇതിൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ കോസ്റ്റ് മാത്രമേ കൺട്രോൾ ചെയ്യുള്ളൂ. റവന്യൂ സെൻറ്ററിൽ അവരുടെ മെയിൻ ലക്ഷ്യം റവന്യൂ, സെയിൽസ് കൂട്ടുകയാണ്. പ്രോഫിറ്റ് സെൻറ്ററിൽ ഏതൊക്കെ വരും, കോസ്റ്റും വരും, റവന്യൂ വരും. ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററിൽ പ്രോഫിറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് സെൻറ്ററിൽ കോസ്റ്റ് മാത്രമാണ്, റവന്യൂ സെൻറ്ററിൽ റവന്യൂ മാത്രമാണ്, പ്രോഫിറ്റിൽ കോസ്റ്റും വരും റവന്യൂ വരും, രണ്ടും പാടെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററിൽ പ്രോഫിറ്റ് സെൻറ്റർ
പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെൻറ്റർ. 3 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ എന്താണ് കോസ്റ്റ് ഷീറ്റ്, അതിൻ്റെ പർപ്പസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സബ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മൊത്തം വന്ന കോസ്റ്റിനെ ഓരോ കോസ്റ്റായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് കാണിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് കോസ്റ്റ് ഉള്ളതെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പറഞ്ഞ പേരാണിത് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഷീറ്റ് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. കോസ്റ്റ് ഷീറ്റും അതിൻ്റെ പർപ്പസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു 6 മാർക്കിന് കോസ്റ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ട തിയറീസ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ദെൻ പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ തിയറിയിൽ തന്നെയാണ് അല്ലേ, ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി നമ്മൾ ഇക്വേഷൻ കൊടുക്കുന്നു ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ പ്രൈം കോസ്റ്റ് പ്രോബ്ലം വരാനും സാധ്യതയുണ്ട്, അതുപോലെ തന്നെ തിയറിക്കും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെങ്കിലും പ്രൈം കോസ്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ത് പ്രൈം കോസ്റ്റ്. ദെൻ ഓവർഹെഡ്. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ടോട്ടലിനെ പറഞ്ഞ പേരാണിത് ഓവർഹെഡ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ടോട്ടലാണെന്ത് പ്രൈം കോസ്റ്റ്. എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും കൂടിയാണിത് പ്രൈം കോസ്റ്റ്. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂടി നമ്മൾ പറഞ്ഞതാണിത് ഓവർഹെഡ്. അപ്പോൾ ഈ 2 ടേം നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. അവിടുന്ന് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഈ ഒരു എക്സാമിനും സാധ്യത വളരെ കൂടുതലുള്ള ഒരു തിയറി ടോപ്പിക്കാണ് പ്രൈം കോസ്റ്റും അതുപോലെ തന്നെ ഓവർഹെഡും. പിന്നീട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കോസ്റ്റ് ഷീറ്റ്. ഇവിടെ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. ഇനി കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്പ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഫോർമാറ്റിൽ ഓരോ സ്റ്റെപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റും അതിൻ്റെ പ്രോബ്ലം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 2 മെത്തേഡുകൾ വരുന്നുണ്ട്, 2 പാറ്റേണിലെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ 2 പാറ്റേണിലെ ചോദ്യങ്ങളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ആ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒറ്റ പ്രോബ്ലം ഉള്ളൂ, അത് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. മൊഡ്യൂൾ 2 സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. ഈ ഒരു മൊഡ്യൂളിൽ 3 ഏരിയകളാണ് വരുന്നത്. ഒരു ഏരിയ ജോബ് കോസ്റ്റിംഗ് ആണ്, ഒരു ഏരിയ ബാച്ച് കോസ്റ്റിംഗ് ആണ്, ഒരു ഏരിയ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. ഇതിൽ ഏറ്റവും വലിയ ഏരിയ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. ഈ പേപ്പർ തന്നെ ഏറ്റവും കുറച്ചൊക്കെ പഠിക്കാനുള്ളത്, കുറച്ചൊക്കെ വലിയ പ്രോബ്ലം വരുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. അധികം ഈ ഒരു പേപ്പറിൽ എസ് വരാൻ സാധ്യതയും കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് വന്നില്ലെങ്കിലാണ് പ്രോസസ് കോസ്റ്റിങ്ങോ അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റോ എസ് ആയിട്ട് പ്രോബ്ലം വരും. അപ്പോൾ 3 ഭാഗങ്ങളാണ് എസ് എ പ്രോബ്ലം. ഒന്ന് കോസ്റ്റ് ഷീറ്റ്, ഒന്ന് കോൺട്രാക്ട് കോസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 ഏരിയയെന്ന് പറഞ്ഞു. ഒന്ന് ജോബ് കോസ്റ്റിംഗ്, മറ്റൊന്ന് ബാച്ച് കോസ്റ്റിംഗ്, മറ്റൊന്ന് കോൺട്രാക്ട് കോസ്റ്റിംഗ്. അതിൽ ജോബ് കോസ്റ്റിങ്ങിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ് ജോബ് കോസ്റ്റിംഗ്, അതിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയർ. ഈ ജോബ് കോസ്റ്റിങ്ങിലെ അക്കൗണ്ടിങ് പ്രൊസീജിയർ സെയിം കോസ്റ്റ് ഷീറ്റ് തന്നെയാണ്, വേറെ അക്കൗണ്ടിങ് പ്രൊസീജിയറൊന്നും അവിടെ ഇല്ല. സെയിം കോസ്റ്റ് ഷീറ്റിൻ്റെ കാര്യങ്ങളുള്ളൂ അല്ലേ. എല്ലാ ഡയറക്റ്റും കൂട്ടിക്കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ എല്ലാ ഓവർഹെഡും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ കോസ്റ്റും ലഭിക്കും. ഇനി ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ കോസ്റ്റ് ചാർജ് ചെയ്യുന്നത് ബാച്ചായിട്ടാണ്. ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ ബാച്ചാണ്. ജോബ് കോസ്റ്റിങ്ങിൻ്റെ എക്സാമ്പിൾ നമ്മൾ പ്രിൻറ്റിങ് പ്രസ്സിലൊക്കെ എന്താണ് ജോബ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്താണ് അതിൻ്റെ എക്സാമ്പിളും ബാച്ച് കോസ്റ്റിംഗ് എന്താണ് അതിൻ്റെ എക്സാമ്പിളും. ഇനി ഇവിടെ വരുന്ന ഒരു ടേമാണ് EBQ, എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. നമ്മൾ മെറ്റീരിയലിലൊക്കെ പഠിക്കാറുണ്ട് EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ്. അതേ പാറ്റേണിലുള്ളതാണ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് അല്ലേ 2DS ഡിവൈഡഡ് ബൈ I ആണ്. റൂട്ട് ഓഫ് 2DS ഡിവൈഡഡ് ബൈ I ആണ് ഇതിൻ്റെ ഇക്വേഷന്, EBQൻ്റെ ഇക്വേഷന്. ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടിയും സോൾവ് ചെയ്യാൻ പഠിച്ചു വെക്കുക, ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്.
EBQയുടെ ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലോ. ജോബ് കോസ്റ്റൊന്നും പ്രോബ്ലം വരാൻ സാധ്യത കുറവാണ്. EBQ ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. ദെൻ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് മനസ്സിലാക്കുന്നത് ചോദ്യം വരികയാണെങ്കിൽ അധികം essay ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്? നമുക്കറിയാം അല്ലെ, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പാല നിർമ്മാണം, അതായത് ബ്രിഡ്ജ് കൺസ്ട്രക്ഷന്, റോഡ് കൺസ്ട്രക്ഷന്, ബിൽഡിങ്, ഇതൊക്കെ എന്തുകൊണ്ട് കോൺട്രാക്റ്റിന് വരുന്നത്. അപ്പോൾ എന്താണ് കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങും അതിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും ഫീച്ചേഴ്സും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ ഒരു 6 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അല്ലേ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു 95% മുകളിൽ സാധ്യതയുള്ള ചോദ്യമാണ് ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ, ഈ കോസ്റ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ ഡിഫറൻസ് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ല, ജോബ് കോസ്റ്റിങ്ങിൽ ഒരു ജോബിന് ഇത്ര ചിലവ്. ഞാൻ ജോലി ചെയ്തു, ആ ജോലിക്കാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് വരുമാനം അല്ലെങ്കിൽ എന്താ കിട്ടുന്നത്. അല്ലെ, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എങ്ങനെയാണ്? ആ ഒരു കോൺട്രാക്റ്റ്, ആ നിർമ്മാണത്തിനാണിത് അവിടെ കോസ്റ്റ്. ദെൻ എക്സാമ്പിൾ കാര്യങ്ങൾ. ഇനി ഇവിടെ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് എന്താണ്? അല്ലേ, കോൺട്രാക്റ്റ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത്തരം കോൺട്രാക്റ്റാണ് എന്ത്, ഇൻകംപ്ലീറ്റഡ്. വർക്കിംഗ് പ്രോഗ്രസ് എന്താണ്? കോൺട്രാക്റ്റിൽ വർക്കിംഗ് പ്രോഗ്രസ് എന്താണ്? വർക്ക് സർട്ടിഫൈഡ് എന്താണ്? വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എൻജിനീയർ ഇത്ര ശതമാനം വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് എന്ത് പറയുന്നു, ഒരു സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ 50%, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ 50% വർക്ക് കംപ്ലീറ്റഡ് ആണ്, അതാണെന്ത്, വർക്ക് സർട്ടിഫൈഡ്. ദെൻ വർക്ക് അൺസർട്ടിഫൈഡ് എങ്ങനെ ഇതില്ല, ഒരു എൻജിനീയറും ഇത്ര ശതമാനം വർക്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല, അതാണ് വർക്ക് അൺസർട്ടിഫൈഡ്. റിട്ടൻഷൻ മണി എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റിങ്ങിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിയാണ് എന്ത് കൊടുക്കില്ല, അതായത് നമ്മൾ ആ കോൺട്രാക്ടർക്ക് ഫുൾ എമൗണ്ട് കൊടുക്കില്ല. ഫുൾ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നമ്മളുടെ പണി കൃത്യമായിട്ട് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പണം റീറ്റേൺ ചെയ്തു. ഇപ്പോൾ 5 ലക്ഷത്തിനാണ് കോൺട്രാക്റ്റ് എങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, ഒരു 3.5 കൊടുക്കും, ഒരു 1.5 ലക്ഷം എന്ത് ചെയ്യും, മാറ്റി വെക്കും, റീറ്റേൺ ചെയ്യും. അത്ര പറഞ്ഞത് നമ്മൾ റീറ്റേൺ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ്, അതായത് ഒരു കോൺട്രാക്റ്റ് റീറ്റേൺ ചെയ്യുന്നതാണ് റിട്ടൻഷൻ മണി. ദെൻ എന്താണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ്? അല്ലേ, അവിടെ കോസ്റ്റും ഉണ്ടായിരിക്കും, അതിനോടൊപ്പം തന്നെ അവർ നിശ്ചിത ലാഭം കൂടി കാണും, അതാണ് കോസ്റ്റ് പ്ലസ്. ദെൻ എക്സ്പ്ലറേഷൻ കോസ്റ്റ് എന്താണ്, ഡി എക്സ്പ്ലറേഷൻ കോസ്റ്റ് എന്താണ്? ഇപ്പോൾ ഒരു പ്രൈസ്, കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിലെ പ്രൈസ് കൂടുക, അതായത് അൺവാണ്ടഡ് റീസൺസ് കാരണം, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാരണത്താൽ കോൺട്രാക്റ്റ് നിന്നു പ്രൈസ് കൂടുന്നു. ഇപ്പോൾ സിമെൻറ്റിനും മെറ്റലിനൊക്കെ എന്ത് ചെയ്യുന്നു, റേറ്റ് കൂടി. അങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ പെട്ടെന്ന് എന്ത് ചെയ്തു, പ്രൈസും കൂടി. അങ്ങനെ ഇൻക്രീസ്, അൺവാണ്ടഡ് റീസൺ കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറഞ്ഞാണ് എക്സ്ക്ലറേഷൻ കോസ്റ്റ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോസ്റ്റ് ഡിക്രീസ് ചെയ്താൽ പറയുന്ന പേരാണ് ഡി എക്സ്ക്ലറേഷൻ കോസ്റ്റ്. അപ്പോൾ ഈ 2 ടേം കൃത്യമായിട്ട് പഠിക്കുക, 3 മാർക്ക് വരാൻ സാധ്യത വളരെ കൂടുതലുള്ള ടേമുകളാണ്. അപ്പോൾ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ മീനിങ്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ടേമുകൾ പറഞ്ഞു. ആ ടേമുകളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 3 പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിൽ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് പ്രോസസ് കോസ്റ്റിംഗ് മീനിങ് തന്നെയാണ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് കോസ്റ്റാണ്, അല്ലെ, അവിടെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് നൽകുന്നത്. കൂടുതലും ഇൻഡസ്ട്രികളിലാണ് പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. കെമിക്കൽ ഇൻഡസ്ട്രി, സിമെൻറ്റ് ഇൻഡസ്ട്രി, അതൊക്കെ എന്താണ് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ എക്സാമ്പിളാണ്. ആ പ്രോസസ് കോസ്റ്റിങ് അതിൻ്റെ എക്സാമ്പിൾ ഫീച്ചേഴ്സ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ദെൻ ഇവിടെ 3 ടേമുകൾ വരുന്നുണ്ട്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും കൃത്യമായിട്ട് കാണാം. നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിന്. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോസസ് കോസ്റ്റിങ്ങിൽ 10% ലോസ് പ്രതീക്ഷിക്കുകയാണ്. ആ 10% ലോസ് വന്നു കഴിഞ്ഞാൽ അതാണ് നോർമൽ ലോസ്. ഇനി 10% ലോസ് അതെന്തായാലും വരും,
നമുക്ക് എന്താ പറ്റില്ല, ഈ നോർമൽ ലോസ് അൺഅവോയ്ഡബിളാണ്. 20% ലോസ് വന്നു, അവിടെ 10% എന്താണ് അബ്നോർമലാണ്. നമ്മൾ പ്രതീക്ഷ എത്രയാണ്? 10%. 20% വന്നു കഴിഞ്ഞാൽ അത് അബ്നോർമലാണ്. ഇനി 10% ലോസ് പ്രതീക്ഷിച്ചു, ലോസ് ആകെ വന്നത് 5% ആണെങ്കിൽ അവിടെ ഗെയിനാണ്. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും എന്തില്ല, ലോസ് ഇല്ല. അതിനെ പറഞ്ഞപ്പോഴാണ് അബ്നോർമൽ ഗെയിൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളൊരു ലോസ് എക്സ്പെക്റ്റ് ചെയ്യും, ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസാണ് നോർമൽ ലോസ്. അതിനേക്കാൾ കൂടുതൽ ലോസ് വന്നു കഴിഞ്ഞാൽ അത് അബ്നോർമൽ ലോസാണ്. ഇനി നോർമൽ ലോസിനേക്കാൾ താഴെയാണ് ലോസ് എന്നെങ്കിൽ അത് അബ്നോർമൽ ഗെയിനാണ്. ഈ 3 ടേമും അതിൻ്റെ അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റും കൃത്യമായിട്ട് എടുക്കാം. ദെൻ പ്രോസസ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അബ്നോർമൽ ലോസിൻ്റെയും നോർമൽ ലോസിൻ്റെയും അബ്നോർമൽ ഗെയിൻ്റെയും ഇത്ര ട്രീറ്റ്മെൻറ്റ് അടങ്ങുന്ന പ്രോബ്ലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായിരിക്കും അധികം. അപ്പോൾ ഞാൻ പറഞ്ഞു 3 ഏരിയയിൽ നിന്നാണ് എ പ്രോബ്ലം വരാൻ സാധ്യത. ഒന്ന് കോസ്റ്റ് ഷീറ്റാണ്, മറ്റൊന്ന് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആണ്, മറ്റൊന്ന് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. പ്രോസസ് കോസ്റ്റിങ്ങിൽ കൂടുതലും ഈ നോർമൽ ലോസും അബ്നോർമൽ ലോസൊക്കെ വരുന്ന ഭാഗത്തു നിന്നായിരിക്കും. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് ജോയിൻ്റ് പ്രൊഡക്റ്റ് എന്താണെന്നും ബൈ പ്രൊഡക്റ്റ് എന്താ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു 6 മാർക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ജോയിൻ്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്. ദെൻ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്താണ്? അതായത് ഇവിടെ നമുക്ക് ഒരു കാര്യം കംപ്ലീറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതാണെന്ത് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. ഈ കംപ്ലീറ്റ് ചെയ്യാത്തൊരു കാര്യത്തെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക, അതാണ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. ജസ്റ്റ് അതിൻ്റെ തിയറി അറിയുക. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരാൻ സാധ്യത കുറവാണ്. കൂടുതലും ഒരു നോർമൽ പ്രോസസ് അക്കൗണ്ടിങ് ഇവിടുന്ന് വരുള്ളൂ. പ്രോസസ് കോസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയും. കൂടുതലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സർവീസ് കോസ്റ്റ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാനുള്ള പ്രോബ്ലം നിർബന്ധമായിട്ടും പഠിച്ചേക്കുക. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് നിർബന്ധമായിട്ടും വരാറുണ്ട്. ഈ ഒരു ഏരിയ ഉണ്ടെങ്കിൽ അവിടുന്ന് ഒരു 6 മാർക്കിൻ്റെ ചോദ്യം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാൻ ഉണ്ടായിരിക്കും. അധികം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാനേക്കാളും ഒരു വാഹനം ഇത്ര പെട്രോൾ അടിച്ചിട്ട് ഇത്ര കോസ്റ്റിൽ സഞ്ചരിക്കുന്നു, എത്രയാണ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതുതന്നെയാണ് സർവീസ് കോസ്റ്റിങ്ങിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുന്നത്. അപ്പോൾ സർവീസ് കോസ്റ്റിംഗ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ജസ്റ്റ് തിയറീസും പ്രോബ്ലം എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാനുള്ള പ്രോബ്ലം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. 6 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 4th മൊഡ്യൂൾ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് 3 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരുവിധം എല്ലാ പരീക്ഷയ്ക്കും ഈ ഒരു ഏരിയ ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ദെൻ അതിൻ്റെ കോൺസെപ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റും എസ്റ്റിമേറ്റഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, വലിയ പ്രാധാന്യമില്ല. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ മീനിങ് നിർബന്ധമാണ്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് അതിൻ്റെ ഇക്വേഷനും അതിൻ്റെ പ്രോബ്ലം അറിഞ്ഞിരിക്കണം. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ചെറിയ ഭാഗമാണ്, വളരെ എളുപ്പമാണ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് അതിൻ്റെ ഇക്വേഷനും പ്രോബ്ലം, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് അതിൻ്റെ ഇക്വേഷനും പ്രോബ്ലം, മെറ്റീരിയൽ മിക്സ് വേരിയൻസ് അതിൻ്റെ ഇക്വേഷനും പ്രോബ്ലം. ഇത്രയും ഭാഗം ഇക്വേഷനും അതിൻ്റെ ഒരു ജസ്റ്റ് പ്രോബ്ലം അറിഞ്ഞിരിക്കണം. വേരിയൻസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡും വേരിയൻസും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും അനാലിസിസ് ഓഫ് വേരിയൻസും. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് ബജറ്റ്. ഈ ഒരു പേപ്പറിൽ തിയറി വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത ബജറ്റിംഗ് എന്ന് വരാനാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മറ്റു തിയറീസും ഇവിടുന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ബജറ്റ്? ബജറ്റ് എന്താ? ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. എന്താണ് ബജറ്റിംഗ്? എന്താണ് ബജറ്ററി കൺട്രോൾ? അപ്പോൾ ബജറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. ആ ഫിനാൻഷ്യൽ പ്ലാനിങ് നടപ്പാക്കുന്ന പ്രോസസ്സാണിത് ബജറ്റിംഗ്. അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യലാണിത് ബജറ്ററി കൺട്രോൾ. ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഇപ്പോൾ ഓരോ വർഷവും ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റ് അവതരിപ്പിക്കും. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും എസെൻഷ്യൽസും ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. അപ്പോൾ ഇവിടുന്ന് വരികയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കാണ്.
ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് തിയറി കാണുക, എസ് കണ്ട് തന്നെ പഠിക്കുക ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പറിൽ എസ് തിയറി പറഞ്ഞത് ഈ ഒരു ഏരിയ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എസ് കണ്ട് തന്നെ പഠിക്കാം. ദെൻ ടൈപ്സ് ഓഫ് ബഡ്ജറ്റിൽ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം ഫാക്ടർ. ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ ലോങ് ടേം ബഡ്ജറ്റ് ഉണ്ട്, ഷോർട്ട് ടേം ബഡ്ജറ്റ് ഉണ്ട്, കറണ്ട് ബഡ്ജറ്റ് ഉണ്ട്. ലോങ് ടേം ബഡ്ജറ്റ് ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, കറണ്ട് ബഡ്ജറ്റ് ഉണ്ട്. ലോങ് ടേം എന്ന് പറഞ്ഞാലില്ലേ, ലോങ് ടേം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതലാണ്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 year ആണ്. കറണ്ട് ബഡ്ജറ്റാണ് ഇപ്പോൾ റൺ ചെയ്യുന്ന ബഡ്ജറ്റാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി. അവിടെ ഫിക്സഡ് ബഡ്ജറ്റും ഉണ്ട്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ഉണ്ട്. ഫിക്സഡ് ബഡ്ജറ്റും ഉണ്ട്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ഉണ്ട്. തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫങ്ഷൻ. ഇവിടെ 2 ബഡ്ജറ്റാണ് വരുന്നത്. ഒന്ന് ഫങ്ഷണൽ ബഡ്ജറ്റ്, മറ്റൊന്ന് മാസ്റ്റർ ബഡ്ജറ്റ്. ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഫങ്ഷൻസിൻ്റെ ബേസിലും ബഡ്ജറ്റ് ഉണ്ട്. പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, പർച്ചേസ് ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ഫങ്ഷൻ ബഡ്ജറ്റ്? പ്രൊഡക്ഷന്, സെയിൽസ്, പർച്ചേസ്, അങ്ങനെ ഫങ്ഷൻ്റെ ബേസിലുള്ള ബഡ്ജറ്റാണിത് ഫങ്ഷൻ ബഡ്ജറ്റ്. ദെൻ മാസ്റ്റർ ബഡ്ജറ്റ് പറഞ്ഞാൽ എല്ലാ ഫങ്ഷൻ ബഡ്ജറ്റിൻ്റെയും ഒരു സമ്മറിയാണിത്. എല്ലാ ഫങ്ഷൻ ബഡ്ജറ്റും പാടെ കൂടിയതാണിത് മാസ്റ്റർ ബഡ്ജറ്റ്. ഈ മാസ്റ്റർ ബഡ്ജറ്റ് ഒരു 3 മാർക്കിന് കണ്ടും കൂടിയും പഠിക്കുക. എസ് കണ്ടും ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് പഠിക്കുക. മാസ്റ്റർ ബഡ്ജറ്റൊക്കെ 3 മാർക്കിന് കണ്ടുപിടിക്കാം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുവിധം യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ZBBB. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോമാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. സീറോ ബേസ് ബഡ്ജറ്റ്. സീറോ ബേസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് 0 എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ വർഷം തുടങ്ങുമ്പോഴും ഒരു ഫ്രഷ് ഇയർ ആയിട്ട് തുടങ്ങാം അല്ലേ? ഒരു ഫ്രഷ് ഇയർ. ഇപ്പോൾ January 1, കഴിഞ്ഞ വർഷത്തൊന്നും കണക്കൊന്നും എടുക്കാതെ ആ January 1 മുതലുള്ള കാര്യം 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത്രയും ബഡ്ജറ്റ് ഞാൻ പറഞ്ഞപ്പോഴാണിത് ZBBB. സ്റ്റാർട്ട് വിത്ത് സ്റ്റാക്ക് ഓർ 0 എന്ന് പറയും. അപ്പോൾ ഓരോ മെഡ്യൂളിലെയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. 4 മെഡ്യൂളുകളാണ് വരുന്നത്. പ്രധാനപ്പെട്ട പ്രോബ്ലം വരുന്ന ഏരിയ പറഞ്ഞു. കോസ്റ്റ് ഷീറ്റാണ് ഒരു ഏരിയ, മറ്റൊരു ഏരിയ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആണ്, മറ്റൊരു ഏരിയ പ്രോസസ് കോസ്റ്റിംഗ് ആണ്, മറ്റൊരു ഏരിയ സർവീസ് കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലമാണ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാൻ. ലാസ്റ്റ് പറഞ്ഞത് വേരിയൻസിൻ്റെ പ്രോബ്ലംസും കൂടിയാണ്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വായിക്കുക. ഓക്കെ, താങ്ക് യു.